ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 28-ാമത്തെ അധ്യായം. ഇതിൽ സബീജയോഗ ലക്ഷണം, ഭഗവാന്റെ ധ്യാനം, ഇതേക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച യോഗസ്യ ലക്ഷണം വക്ഷ്യേ സബീജസ്യ നൃപാത്മജേ മനോ യേനൈവ വിധിനാ പ്രസന്നം യാതി സത്പഥം. യോഗസ്യ ലക്ഷണം വക്ഷ്യേ സബീജസ്യ നൃപാത്മജേ മനോ യേനൈവ വിധിനാ പ്രസന്നം യാതി സത്പഥം. അല്ലയോ മാതാവേ, രാജപുത്രി. ഇവിടെ നൃപാത്മജയെ എന്ന് പറഞ്ഞാൽ രാജപുത്രി, രാജാവിൻ്റെ മകളെ, കർദമ രാജാവിൻ്റെ മകളെ ആയിട്ടാണ് അവിടെ പറയുന്നത്. ഏന, ഏത് വിധി കൊണ്ട് ആ മനസ്സ് ശുദ്ധമായിട്ട് പ്രസന്നം ആയിട്ട് ആ സന്മാർഗത്തെ പ്രാപിക്കുന്നുവോ, ആ ആലംബന സഹിതമായിരിക്കുന്ന യോഗത്തിൻ്റെ ലക്ഷണത്തെ കുറിച്ചിട്ട് പറയാം എന്നുള്ളതാണ് പറയുന്നത്. യോഗസ്യ ലക്ഷണം, അതിൻ്റെ ലക്ഷണത്തെക്കുറിച്ച്. വക്ഷ്യേ, യോഗത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് പറയാം. സബീജസ്യ നൃപാത്മജേ, ആലംബന സഹിതമായിട്ട് ഏതിനെ ആശ്രയിച്ചിട്ടാണോ ആ യോഗത്തിൽ എത്തുന്നത് അതിനെ പറ്റിയിട്ട് പറയാമെന്നാണ് പറയുന്നത്. മനോയേനൈവ വിധിന, മനസ്സ് ഏത് വിധി കൊണ്ട് പ്രസന്നമാവുന്നു, ഏതുകൊണ്ട് പ്രസന്നമായി ശുദ്ധമായിട്ട് ആ സന്മാർഗത്തെ പ്രാപിക്കുന്നു എന്നതിനെ കുറിച്ച് ആ ആലംബന സഹിതമായിരിക്കുന്ന ഏതിനെ ആശ്രയിച്ചിട്ടാണ് ആ യോഗത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് പറയാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ. ഹേ നൃപാത്മജേ, അല്ലയോ രാജപുത്രി. യേന, ഏതു. വിധിന, ഏവ, വിധിയാൽ തന്നെ. മനഃ, മനസ്സ്. പ്രസന്നം, ശുദ്ധമായിട്ട്. സത്പഥം, അസന്മാർഗത്തെ. യാതി, പ്രാപിക്കുന്നുവോ. അപ്രകാരമുള്ള സബീജസ്യ, ആലംബന സഹിതമായിരിക്കുന്ന യോഗസ്യ, ആ യോഗത്തിൻ്റെ ലക്ഷണം വക്ഷ്യേ, പറയാം. വക്ഷ്യ എന്ന് പറഞ്ഞാൽ പറയാം. ഒന്നുകൂടി പറയാം. ഹേ നൃപാത്മജേ, അല്ലയോ രാജപുത്രി. യേന, ഏതു. വിധിന, ഏവ, വിധിയാൽ തന്നെ. മനഃ, മനസ്സ്. പ്രസന്നം, ശുദ്ധമായിട്ട്. സത്പഥം, അസന്മാർഗത്തെ. യാതി, പ്രാപിക്കുന്നുവോ. അപ്രകാരം ഉള്ള അസബീജസ്യ, ആ ആലംബന സഹിതമായിരിക്കുന്ന യോഗസ്യ, യോഗത്തിൻ്റെ ലക്ഷണത്തെ പറ്റി വക്ഷ്യേ, പറയാം. അപ്പൊ ഇതിലെ അന്വയം വന്നിട്ട് ഹേ നൃപാത്മജേ യേന വിധിന ഏവ മനഃ പ്രസന്നം സത്പഥം യാതി സബീജസ്യ, ആ യോഗസ്യ ലക്ഷണം വക്ഷ്യേ. ഒന്നുകൂടി പറയാം. ഹേ നൃപാത്മജേ യേന വിധിന ഏവ മനഃ പ്രസന്നം സത്പഥം യാതി സബീജസ്യ യോഗസ്യ ലക്ഷണം വക്ഷ്യേ. അല്ലയോ രാജപുത്രി, ഏത് വിധിയാൽ തന്നെ ആ മനസ്സ് ശുദ്ധമായിട്ട് അസന്മാർഗത്തെ പ്രാപിക്കുന്നുവോ, അപ്രകാരം ഉള്ള ആ ആലംബന സഹിതമായിരിക്കുന്ന ആ യോഗത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് പറയാം. അല്ലയോ രാജപുത്രി, ആലംബനത്തോടു കൂടിയ യോഗത്തിൻ്റെ ലക്ഷണം എന്തെന്ന് ഞാൻ പറയാം. യാതൊരു യോഗാനുഷ്ഠാനത്താൽ മനസ്സ് പ്രസന്നമായി തീർന്ന് നല്ല മാർഗത്തെ പ്രാപിക്കുന്നു. അതിനെക്കുറിച്ച് പറയാമെന്നാണ് പറയുന്നത്. യോഗം എന്നാൽ യോജിക്കൽ അഥവാ കൂടിച്ചേരൽ എന്നാണ് അതിൻ്റെ വാച്യാർത്ഥം. സാങ്കേതികാർത്ഥത്തിൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യം പ്രാപിക്കൽ, ഇതിനെയാണ് യോഗം എന്ന് പറയുക. യോപാന പ്രാണയോർ ഐക്യം സ്വരജോ രേതസോസ്തഥാ സൂര്യാചന്ദ്രമസോര്യോഗോ ജീവാത്മ പരമാത്മനോ ഏവം തു ദ്വന്ദ്വജാലസ്യ സംയോഗോ യോഗ ഉച്യത്തെ.
യോഗ ശിഖോപനിഷത്തിൽ പറയണതാണ്. അതായത് യോഗം സബീജം നിർബീജം എന്നിങ്ങനെ രണ്ട് വിധത്തിലുണ്ട്. സബീജത്തിന്റെ ആലംബനം ചിത്തമാണ്. അതാണ് ആ പാതഞ്ജലം അഥവാ രാജയോഗം അഥവാ അഷ്ടാംഗയോഗം എന്ന് പറയുന്നത്. രാജയോഗം എന്ന് പറയുന്നത് അതാണ്. യോഗശ്ചിത്തവൃത്തി നിരോധ, യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്. ചിത്തത്തിന്റെ ആ വ്യാപാരങ്ങളെ നിരോധിക്കൽ അഥവാ നിയന്ത്രിക്കൽ ആണ് ആ യോഗം എന്നർത്ഥം. ജ്ഞാനവും യോഗവും പരസ്പര പൂരകങ്ങൾ ആണെന്നും ഇവ രണ്ടും ചേർന്നാൽ മാത്രമേ മോക്ഷപ്രാപ്തി ഉണ്ടാകൂ എന്നുമാണ് ആ യോഗ ശിഖോപനിഷത്തിൽ പറയുന്നത്. യോഗഹീനം കഥം ജ്ഞാനം മോക്ഷദം ഭവതീഹ ഭോ യോഗോപി ജ്ഞാനഹീനസ്തു ന ക്ഷമോ മോക്ഷകർമ്മണി തസ്മാത് ജ്ഞാനം ച യോഗം ച മുമുക്ഷുർ ദൃഢം അഭ്യസേത്. ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ കപിലമൂർത്തി മുൻ അധ്യായങ്ങളിൽ ഭക്തിയും സാഖ്യവും അതിനെ പറ്റിയിട്ട് ഉപദേശിച്ചു. സാഖ്യം ജ്ഞാനപ്രദം ആണ്. അതുകൊണ്ട് മാത്രം മോക്ഷപ്രാപ്തി ലഭിക്കില്ലെന്ന് ചില ആചാര്യന്മാരുടെ പക്ഷത്തെ മാനിച്ചുകൊണ്ട് അയോഗവും കൂടിയിട്ട് ആണ് ഇനി അടുത്ത ഈ അധ്യായത്തിൽ പറയുന്നത്. യോഗ ശബ്ദത്തിന് 4 ശാഖകൾ ആണെന്ന് പ്രസിദ്ധം. അതായത് മന്ത്രയോഗം, ലയയോഗം, ഹഠയോഗം, രാജയോഗം എന്നിവയാണ് അവ. മന്ത്രയോഗോ ലയശ്ചൈവ ഹഠോസൗ രാജയോഗതഃ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ആ കപിലോപദേശത്തിൽ മുഖ്യമായിട്ടും രാജയോഗത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. സബീജം നിർബീജം ഇവയുടെ ലക്ഷണം അന്തരവും താഴെ ആ 34-ാമത്തെ ശ്ലോക വ്യാഖ്യാനത്തിൽ കൊടുക്കേണ്ടതാണ് പറയുന്നത്. അപ്പോൾ ആ അഷ്ടാംഗയോഗത്തിന്റെ അംഗങ്ങൾ ഏവയെന്നാണ് അടുത്ത ശ്ലോകങ്ങളിലായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. രാജയോഗത്തെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് എന്നർത്ഥം. അപ്പോൾ അല്ലയോ രാജപുത്രി, ഏതൊരു യോഗാനുഷ്ഠാനത്താൽ മനസ്സ് പ്രസന്നമായിട്ട് ഭഗവാന്റെ മാർഗത്തിലേക്ക് തിരിയുന്നുവോ ആ യോഗത്തിന്റെ ലക്ഷണത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഇതിൽ പറയുന്നത്. കപില വാസുദേവര് പറയുന്നത്. യോഗം 2 വിധാണ്. അതായത് സബീജം എന്നും നിർബീജം എന്നും. മനസ്സിന് ആലംബത്തെ നൽകാതെ സർവവ്യാപകമായിരിക്കുന്ന ആ ചൈതന്യത്തിൽ മനസ്സിനെ നിലനിർത്തുവാനുള്ള അഭ്യാസം ക്രമത്തിന് നിർബീജം എന്നാണ് പറയുക. മനസ്സിനെ ആലംബത്തിൽ കൽപ്പിച്ചിട്ട് അതിൽ സ്ഥിതപ്പെടുത്തുവാനുള്ള ആ അഭ്യാസം ക്രമത്തെ സബീജം എന്ന് പറയും. അതിൽ നിർബീജം നിരാലംബം എന്ന യോഗം അധികം പ്രയാസമുള്ളതാകിയാൽ അതിനെ ഇപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് സബീജം സാലംബം എന്ന യോഗം അത്ര പ്രയാസം ഇല്ലാത്തതാകയാൽ അതിനെ ഉപദേശിക്കാമെന്നാണ് പറയുന്നത്. ആ യോഗത്തിന്റെ അനുഷ്ഠാന നിമിത്തം മനസ്സ് കാമക്രോധാദികളായിരിക്കുന്ന ദോഷവൃത്തികളെ വെടിഞ്ഞ് ശുദ്ധമായിട്ട് ഭവിക്കുന്നു. അപ്പോൾ ആനന്ദസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ ആ സാക്ഷാത്കരിപ്പാൻ ഉപകരിക്കുന്ന ആ മാർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഇവിടെ ഇതിന്റെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്ന് നോക്കാം. അപ്പോൾ അഷ്ടാവിംശോ തതോ അഷ്ടാംഗയോഗേന ധ്യാന ശോഭിന. അഷ്ടാവിംശ 28-ാമത്തെ അധ്യായത്തില് ആ അഷ്ടാംഗയോഗ ക്രമങ്ങളെയും ധ്യാനയോഗത്തെയും പറ്റിയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. സർവോപാധി വിനിർമുക്ത സ്വരൂപജ്ഞാനം ഈര്യതേ. അപ്പോൾ ഉപാധി ഇല്ലാതെ കണ്ടുള്ള ആ സ്വരൂപജ്ഞാനത്തെ കുറിച്ച് സർവോപാധി വിനിർമുക്തം, സകല ഉപാധികളിൽ നിന്നും മുക്തമായിരിക്കുന്ന ആ സ്വരൂപജ്ഞാനം
അതിനെക്കുറിച്ച് പറയണു എന്നർത്ഥം. ഭക്തി സംക്ഷേപത, ആ ഭക്തിയെ സംക്ഷേപിച്ചിട്ട് പ്രോച്യ പറയുന്ന ആ സാഖ്യമാഖ്യായ വിസ്തൃതം, ആ സാഖ്യയോഗത്തെ പറ്റിയിട്ട് ഇവിടെ വിസ്തരിച്ച് പറഞ്ഞു. അഥാഹ വൈഷ്ണവം യോഗമഷ്ടാംഗം കപിലോ ഹരിഹി. അതിന് ഇപ്പോൾ ആദ്യം ആ സാഖ്യയോഗത്തെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ യോഗം അഷ്ടാംഗം, ആ അഷ്ടാംഗ യോഗത്തെ പറ്റിയിട്ട് ആ കപിലവാസുദേവർ പറയുകയാണ്. ശ്രീ ഭഗവാൻ വാച, ഹേ മാതഃ, അല്ലയോ മാതാവേ, തവ യോഗസ്യ ലക്ഷണം വക്ഷ്യേ ശൃണു. ആ യോഗത്തിൻ്റെ ലക്ഷണം എപ്രകാരമാണോ ആ മനസ്സിന് ആ പ്രസന്നത വരുന്നത്, ആ യോഗത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് പറയാം, കേട്ടോളൂ. തവ യോഗസ്യ ലക്ഷണം വക്ഷ്യേ ശൃണു. യോഗസ്തു ദ്വിവിധ, യോഗം രണ്ട് വിധത്തിലാണ്. സബീജോ നിർബീജശ്ച, സബീജം എന്നും നിർബീജം എന്നും നിലക്കാണ് പറയണത്. അപ്പോൾ അതിൽ തത്ര ഗീതോക്ത നിർബീജസ്യ, ഗീതയിൽ പറയുന്നത് പോലെയുള്ള ആ നിർബീജമായിരിക്കുന്ന ആ യോഗം വളരെ ദുഷ്കരത്വാൽ, അത് വളരെ പ്രയാസമുള്ളതിനാൽ സബീജ യോഗസ്യ ലക്ഷണം, ആ സബീജം ആലംബിച്ചുകൊണ്ട്, ഉപാധിയെ ആലംബിച്ചുകൊണ്ട് തന്നെ ഉള്ള ആ യോഗത്തെക്കുറിച്ച് ലക്ഷണം വക്ഷ്യേ, അതിനെക്കുറിച്ച് പറയാം. ഏന പ്രസന്നം, അതുകൊണ്ട് തന്നെ മനസ്സ് പ്രസന്നം, സൽപഥം യാതി, മനസ്സ് പ്രസന്നമായിട്ട് സന്മാർഗം അവിടെ തെളിയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. അഷ്ടാവിംശോ അഷ്ടാംഗയോഗേന ധ്യാന ശോഭിന സർവോപാധി വിനിർമുക്ത സ്വരൂപജ്ഞാനം ഈര്യതേ. ഭക്തി സംക്ഷേപത പ്രോച്യ സാഖ്യം ആഖ്യായം വിസ്തൃതം. അഥാഹ വൈഷ്ണവം യോഗമഷ്ടാംഗം കപിലോ ഹരിഹി. ശ്രീ ഭഗവാൻ വാച, ഹേ മാതഃ, തവ യോഗസ്യ ലക്ഷണം വക്ഷ്യേ ശൃണു. യോഗസ്തു ദ്വിവിധഃ, സബീജോ നിർബീജശ്ച. തത്ര ഗീതോക്ത നിർബീജസ്യ ദുഷ്കരത്വാത് സബീജയോഗസ്യ ലക്ഷണം വക്ഷ്യേ യേന പ്രസന്നം മനഃ സത്പഥം യാതി എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത്. അപ്പോൾ അടുത്തുള്ള ആ ശ്ലോകങ്ങളെല്ലാം അഷ്ടാംഗ യോഗത്തിൻ്റെ അംഗങ്ങളെ പറ്റി വർണ്ണിക്കണേ. 2 തൊട്ടിട്ട് 7 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. സ്വധർമാചരണം ശക്തിയാ വിധർമാച്ച നിവർത്തനം, ദൈവാൽ ലബ്ധേന സന്തോഷ ആത്മവിച്ചരണാർച്ചനം, ഗ്രാമ്യധർമ്മ നിവൃത്തിച്ച മോക്ഷധർമ്മ രതിസ്തഥാ മിതമേധ്യാദനം ശശ്വത് വിവിക്തക്ഷേമസേവനം, അഹിംസാ സത്യമാസ്തേയം യാവദർത്ഥപരിഗ്രഹ, ബ്രഹ്മചര്യം തപശൗചം സ്വാധ്യായം പുരുഷാർച്ചനം, മൗനം സദാസനജയ സ്ഥൈര്യം പ്രാണജയ ശനൈഃ പ്രത്യാഹാരശ്ചേന്ദ്രിയാണാം വിഷയാൻ മനസാ ഹൃദി സ്വധിഷ്ണ്യാനാം ഏകദേശേ മനസാ പ്രാണധാരണം വൈകുണ്ഠലീലാഭിധ്യാനം സമാധാനം തഥാത്മനഃ ഏതൈർ അന്യൈശ്ച പഥിഭിർ മനോ ദുഷ്ടമസത്പഥം ബുദ്ധ്യാ യുഞ്ജീത ശനകൈർജിത പ്രാണോ ഹ്യതന്ത്രിതഃ. ഒന്നും കൂടി ചൊല്ലാൻ വേണമെങ്കിൽ അസ്വധർമാചരണം ശക്തിയാ വിധർമാച്ച നിവർത്തനം ഒക്കെ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എപ്രകാരമാണ് കൈവല്യം സിദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് വരുന്നത്. സ്വധർമാചരണം ശക്തിയാ വിധർമാച്ച നിവർത്തനം, ദൈവാൽ ലബ്ധേന സന്തോഷ ആത്മവിച്ചരണാർച്ചനം, ഗ്രാമ്യധർമ്മ നിവൃത്തിശ്ച മോക്ഷധർമ്മരതിസ്തഥാ മിതമേധ്യാദനം ശശ്വത് വിവിക്ത ക്ഷേമസേവനം, അഹിംസാ സത്യം ആസ്തേയം യാവദർത്ഥപരിഗ്രഹം, ബ്രഹ്മചര്യം തപശൗചം സ്വാധ്യായ പുരുഷാർച്ചനം, മൗനം സദാസനജയ സ്ഥൈര്യം പ്രാണജയ ശനൈഃ പ്രത്യാഹാരശ്ചേന്ദ്രിയാണാം വിഷയാൻ മനസാ ഹൃദി സ്വധിഷ്ണ്യാനാം ഏകദേശേ മനസാ പ്രാണധാരണം വൈകുണ്ഠലീലാഭിധ്യാനം സമാധാനം തഥാത്മനഃ ഏതൈരന്യൈശ്ച പഥിഭിർ ദുഷ്ടമസത്പഥം ബുദ്ധ്യാ യുഞ്ജീത ശനകൈർ
ജിതപ്രാണോ ഹ്യതന്ത്രിതഃ. അപ്പോൾ എന്തൊക്കെയാണ് ആ യോഗത്തിന്റെ ലക്ഷണങ്ങൾ? ശക്തി പോലെ, സ്വന്തം യഥാശക്തി അർത്ഥം. യഥാശക്തി സുധർമാചരണം, സ്വധർമ്മത്തെ ആചരിക്കുക. വിധർമാച പരധർമ്മത്തിൽ നിന്നും വിട്ടുനിൽക്കുക. നിവർത്തനം എന്ന് പറഞ്ഞാൽ അകന്നിരിക്കുക. ദൈവാത് ദൈവേച്ഛയാ ലബ്ധേന ലഭിച്ചതുകൊണ്ട് സന്തോഷിക്കുക. അതൊക്കെ കഴിഞ്ഞ ഇതിലും പറഞ്ഞിരിക്കുന്നു. ദൈവേച്ഛ കൊണ്ട് എതിർച്ഛാലാഭതുഷ്ടോ എന്നുള്ള ഗുണം ഉണ്ടാവുക. അപ്പോൾ ദൈവേച്ഛ കൊണ്ട് ലഭിച്ച ദൈവേച്ഛയാ ലഭിച്ചത് കൊണ്ട് സന്തോഷിക്കുക. പിന്നെ ആത്മവിൽ ചരണാർച്ചനം, ആ ആത്മജ്ഞന്മാരുടെ ആ പാദപൂജ ചെയ്യുക. പിന്നെ തഥാച അപ്രകാരം ഗ്രാമ്യധർമ്മ നിവൃത്തി, ആ ഗ്രാമ്യങ്ങളായിരിക്കുന്ന ധർമ്മങ്ങളിൽ നിന്നും പിന്തിരിയൽ. എന്നിട്ട് ധർമ്മരതി, ആ മോക്ഷധർമ്മങ്ങളിലുള്ള താല്പര്യം. പിന്നെ മിതാമേധ്യാദനം, മിതമായും ശുദ്ധമായും ഉള്ള ആ ഭക്ഷണം കഴിക്കല്. ശശ്വത് വിവിക്ത ക്ഷേമസേവനം, എപ്പോഴും ആ ഏകാന്തവും ആ നിർബാധവും ആയിരിക്കുന്ന ഇടത്തിൽ വസിച്ച് ശശ്വത് വിവിക്ത ക്ഷേമസേവനം, എപ്പോഴും ആ ഏകാന്തവും നിർബാധവുമായിട്ടുള്ള ആ ഇടത്തിൽ വസിക്കുക. അഹിംസ സത്യം, സത്യസന്ധത, ആസ്തേയം മോഷ്ടിക്കാതിരിക്കൽ, യാവദർത്ഥ പരിഗ്രഹ, അത്യാവശ്യം വേണ്ടത് മാത്രം സമ്പാദിക്കുക, അത്രേ പാടുള്ളൂ. യാവദർത്ഥ പരിഗ്രഹം, അത്യാവശ്യം വേണ്ടത് മാത്രം സമ്പാദിക്കുക. ബ്രഹ്മചര്യവ്രതം, തപസ്, ശൗചം, ആ ആഭ്യന്തര ശുദ്ധിക്കാണ് ശൗചം എന്ന് പറയുന്നത്. സ്വാധ്യായ, ആ വേദാധ്യയനം. പുരുഷാർച്ചനം, ആ ഈശ്വര ആരാധന. പിന്നെ ആസനയ ജയം, സ്ഥൈര്യം, ആസനത്തെ ജയിക്കുക, ഇരിക്കുന്ന അവസ്ഥയെ ജയിക്കുക. സ്ഥൈര്യം, സ്ഥിരത ഉണ്ടാവുക, എപ്പോഴും ഇരിക്കുന്നതിന് സ്ഥിരതയുണ്ടാവുക. ശനൈഹി, അങ്ങനെ സാവധാനത്തിലുള്ള പ്രാണജയ, ആ പ്രാണനെ ജയിക്കുക, പ്രാണായാമം ചെയ്യുക എന്നർത്ഥം. വിഷയാത്, ആ വിഷയങ്ങളിൽ നിന്നും മനസ്സോടുകൂടി ഇന്ദ്രിയാണാം, ആ ഇന്ദ്രിയങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള പ്രത്യാഹാരം, ആ പ്രത്യാഹാരത്തെ സ്വധിഷ്ണ്യാനാം, ആ പ്രാണന്റെ സ്ഥാനങ്ങളിൽ ഏകദേശേ, ഏതെങ്കിലും ഒരിടത്ത് മനസ്സോടുകൂടെ ആ പ്രാണനെ അടക്കി നിർത്തൽ. അങ്ങനെ ആ ഭഗവാനെയും ആ ഭഗവാന്റെ ലീലകളെയും ധ്യാനിക്കൽ. അതുപോലെ ആ മനസ്സിന് സമാധാനം സമ്പാദിക്കൽ. പിന്നെ ഇപ്രകാരം വേറെയും ഉള്ള മാർഗങ്ങളാലും ആ അസന്മാർഗത്തിൽ ചരിക്കുന്ന ആ ദുഷിച്ച ആ മനസ്സിനെ, ആ പ്രാണനെ ജയിച്ചവനും അതുപോലെ ആ ആലസ്യം ഇല്ലാത്തവനും ആയിട്ട് ആ സാവധാനം ആ ബുദ്ധി ശക്തിയാൽ ആത്മാവിൽ യോജിപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെയാണ് ആ യോഗത്തിൻ്റെതായിരിക്കുന്ന അംഗങ്ങളായിട്ട് പറയപ്പെടുന്നത്. ഇതൊക്കെയുള്ള ആൾക്കെ യോഗം അനുഷ്ഠിച്ചിട്ട് കാര്യമുള്ളൂ എന്നർത്ഥം. അപ്പോൾ നമുക്ക് അതിലത്തെ പദങ്ങൾ തന്നെ നോക്കാം. ശക്തി പോലെ, സ്വധർമാചരണം, സ്വധർമ്മം ആചരിക്കുക, സ്വധർമാചരണം. വിധർമാച്ച, പരധർമ്മത്തിൽ നിന്നും നിവർത്തനം, അകന്നിരിക്കുക. ദൈവാത്, ദൈവേച്ഛയാ ലബ്ധേന, ലഭിച്ചതുകൊണ്ട് സന്തോഷിക്കുക. പിന്നെ ആത്മാവിൽ ചരണാർച്ചനം, ആത്മജ്ഞന്മാരുടെ ആ പാദപൂജ ചെയ്യൽ. തഥാച, അപ്രകാരം തന്നെ അഗ്രാമ്യധർമ്മ നിവൃത്തി, അഗ്രാമ്യങ്ങളായിരിക്കുന്ന ധർമ്മങ്ങളിൽ നിന്നും പിന്തിരിയൽ. പിന്നെ മോക്ഷധർമ്മ രതിഹി, ആ മോക്ഷധർമ്മങ്ങളിലുള്ള താല്പര്യം. മിതമേധ്യാദനം, മിതമായും ശുദ്ധമായും ഉള്ള ഭക്ഷണം. ശശ്വത് വിവിക്ത ക്ഷേമസേവനം, എപ്പോഴും ആ ഏകാന്തവും നിർബാധവും ആയിട്ടുള്ള ഇടത്തിൽ വസിക്കുക. അഹിംസ, ഹിംസിക്കാതിരിക്കുക. സത്യം, അസത്യസന്ധത പുലർത്തുക. അസ്തേയം,
മോഷ്ടിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യുക. യാവതർത്ഥ പരിഗ്രഹ, അത്യാവശ്യം വേണ്ടത് മാത്രം സമ്പാദിക്കുക. ബ്രഹ്മചര്യം, ബ്രഹ്മചര്യ വ്രതം, തപസ്, ശൗചം, ബാഹ്യാഭ്യന്തര ശുദ്ധി, സ്വാധ്യായം, വേദാധ്യായനം, പുരുഷാർച്ചനം, ഈശ്വരാരാധന, സത് ആസനജയ, സ്ഥൈര്യം, ആസനജയം, പിന്നെ അതിനെയാണ് സ്ഥൈര്യം എന്ന് പറയുന്നത്. ശനൈഹി, സാവധാനത്തിലുള്ള, പ്രാണജയ, പ്രാണായാമം, അതുപോലെ വിഷയാത്, ആ വിഷയത്തിൽ നിന്നും, മനസാച്ച, മനസ്സോടുകൂടെ, ഇന്ദ്രിയാണാം, ആ ഇന്ദ്രിയങ്ങളുടെ, ഹൃദി, ആ ഹൃദയത്തിലേക്കുള്ള, പ്രത്യാഹാരം, സ്വധിഷ്ണ്യാനം, ആ പ്രാണന്റെ സ്ഥാനങ്ങളിൽ, ഏകദേശേ, ഏതെങ്കിലും ഒരിടത്ത്, മനസ്സോടുകൂടെ, പ്രാണധാരണം, ആ പ്രാണനെ അടക്കി നിർത്തൽ, വൈകുണ്ഠലീലാഭിധ്യാനം, ആ ഭഗവാനെയും ഭഗവത് ലീലകളെയും ധ്യാനിക്കൽ, തഥാ, അപ്രകാരം, ആത്മനഃ, മനസ്സിന് സമാധാനം സമ്പാദിക്കൽ, ഏതൈഹി, ഇവയാലും, അന്യൈഹി ച, വേറെയും ഉള്ള, പഥിഭിഹി, മാർഗങ്ങളാലും, അസത്പഥം, അസന്മാർഗത്തിൽ ചരിക്കുന്ന, ദുഷിച്ച, മനഃ, മനസ്സിനെ, ജിതപ്രാണഃ, പ്രാണനെ ജയിച്ചവനും, അതന്ത്രിതഃ ഹി, ആലസ്യം ഇല്ലാത്തവനും ആയിട്ട്, ശനകൈഹി, സാവധാനം, ബുദ്ധിശക്തിയാൽ, യുഞ്ജീത, ആത്മാവിൽ യോജിപ്പിക്കണം. ഇതിലത്തെ അന്വയം വന്നിട്ട്, ശക്തിയാ സ്വധർമാചരണം വിധർമാച്ച നിവർത്തനം ദൈവാത് ലബ്ധേന സന്തോഷ, പിന്നെ ആത്മവിൽ ചരണാർച്ചനം, തഥാച ഗ്രാമ്യധർമ്മനിവൃത്തി, മോക്ഷധർമ്മരതി, മിതമേധ്യാദനം, ശശ്വദ്വിവിക്തക്ഷേമസേവനം, അഹിംസ, സത്യം, അസ്തേയം, യാവദർത്ഥ പരിഗ്രഹ, ബ്രഹ്മചര്യം, തപഃ, ശൗചം, സ്വാധ്യായഃ, പുരുഷാർച്ചനം, സദാ ആസനജയഃ, സ്ഥൈര്യം, ശനൈഃ, പ്രാണജയഃ, വിഷയാത്, മനസാ ച, ഇന്ദ്രിയാണാം, ഹൃദി, പ്രത്യാഹാരഃ, സുധിഷ്ണ്യാനാം, ഏകദേശേ, മനസാ, പ്രാണധാരണം, വൈകുണ്ഠലീലാഭിധ്യാനം, തഥാ ആത്മനഃ സമാധാനം, ഏതൈഃ അന്യൈഃ ച പഥിഭിഃ, അസത്പഥം, ദുഷ്ടം, മനഃ, ജിതപ്രാണഃ, അതന്ത്രിതഃ, ശനകൈഃ, ബുദ്ധ്യാ യുഞ്ജീത. ഇതാണ് ഇതിലത്തെ അന്വയം വരുന്നത്. അതായത് സ്വധർമ്മത്തെ ഭക്തിയോടെ ആചരിക്കുക, ധർമ്മം അല്ലാത്തതിനെ വർജിക്കുക, ദൈവാധീനം കൊണ്ട് ലഭിച്ചതിൽ സന്തുഷ്ടനാവുക, ആത്മജ്ഞാനികളുടെ പാദസേവനം നടത്തുക, ഗ്രാമ്യധർമ്മങ്ങളിൽ ധർമാർത്ഥകാമങ്ങൾ അതിൽ നിന്നൊക്കെ വിരമിക്കണം എന്നർത്ഥം. ആ പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിൽ നിന്നൊക്കെ വിരമിക്കണം എന്നർത്ഥം. മോക്ഷധർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക, അതിലെ പരമപുരുഷാർത്ഥത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തണം എന്നർത്ഥം. ശുദ്ധമായിരിക്കുന്ന ഭക്ഷണം മിതമായി ഭക്ഷിക്കുക, വിജനപ്രദേശത്ത് വസിക്കുക, അഹിംസ, സത്യം, മോഷ്ടിക്കാതിരിക്കൽ, ഇവയൊക്കെ അത്യാവശ്യമായത് മാത്രം സ്വീകരിക്കൽ, ഇവ ശീലിക്കുക, ബ്രഹ്മചര്യം ആചരിക്കുക, തപസ് അനുഷ്ഠിക്കുക, ശുചിത്വം പാലിക്കുക, വേദാധ്യയനം ചെയ്യുക, ദേവപൂജ നടത്തുക, മൗനം ദീക്ഷിക്കുക, ആസനങ്ങളെ ജയിക്കുക, പ്രാണനെ ജയിക്കുക, സ്വാധീനിക്കുക, വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ച് പ്രത്യാഹാരം ശീലിക്കുക, പ്രാണനെ ഒരിടത്ത് ഉറപ്പിക്കുക, വിഷ്ണു ഭഗവാന്റെ ലീലാവിലാസങ്ങളെപ്പറ്റി ചിന്തിക്കുക, അങ്ങനെ ആ മനസ്സിനെ ഉറപ്പിക്കുക, ദുഷിച്ച മാർഗത്തിലേക്ക് വ്യാപരിക്കുന്ന മനസ്സിനെ ഇവയൊക്കെ കൊണ്ട് മറ്റ് യോഗമാർഗങ്ങളാലും ക്രമേണ നിയന്ത്രിച്ച് ആ ഇന്ദ്രിയജയം കൈവരിക്കുക. തത്ര യമനിയമാനാഹ ത്രിഭിരക്ഷണ ദ്വയാധികൈഃ
എന്ന് ശ്രീധരാചാര്യർ പറയുന്നുണ്ട്. മേലുദ്ധരിച്ച ശ്ലോകങ്ങളിൽ ആദ്യത്തെ 3 ശ്ലോകങ്ങളിലും നാലാം ശ്ലോകത്തിലെ ആ മൗനം വരെയും വിവരിക്കപ്പെടുന്നത് അഷ്ടാംഗയോഗത്തിന്റെ യമനിയമങ്ങളാണ് എന്നർത്ഥം. തത്ര യമനിയമാനാഹ ത്രിഭിർ അക്ഷരദ്വയാധികൈഹി. അഷ്ടാംഗയോഗം 2 മുതൽ 7 കൂടി ശ്ലോകങ്ങളിലായിട്ട് ആ പാതഞ്ജലയോഗ ശാസ്ത്രപ്രകാരമുള്ള ആ യോഗത്തിന്റെ 8 അംഗങ്ങളും ഏവയെന്ന് പറയപ്പെട്ടു. യമ, നിയമാസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധയോ അഷ്ടാംഗ ആനി. ഇതൊക്കെയാണ് അഷ്ടാംഗ. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇതൊക്കെ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇവയാണ് ആ യോഗത്തിന്റെ 8 അംഗങ്ങൾ. അതിൽ യമം, നിയമം മേലെ ആ 2-ാം ശ്ലോകം മുതൽ 5-ാം ശ്ലോകത്തിലെ ആ മൗനം വരെ യമനിയമങ്ങളാണ്. പിന്നെ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നീ 5 യമങ്ങളും ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരാരാധന എന്നീ 5 നിയമങ്ങളും ആണ്. പിന്നെ അഹിംസ, സത്യാസ്തേയ, ബ്രഹ്മചര്യാപരിഗ്രഹ യമാഹ. യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്. ശൗച, സന്തോഷ, തപസ്വാധ്യായേശ്വര പ്രണിധാനാനി നിയമാഹ. അതൊക്കെ നിയമങ്ങൾ. അങ്ങനെ ഇതുകൾ സംഖ്യാവ്യവച്ഛേദനാർത്ഥം, അധിക സംഖ്യാവ്യവച്ഛേദനാർത്ഥം അല്ല. അതായത് ആ യമനിയമങ്ങള് ഈ 5-ലൊന്നും ക്ലിപ്തം അല്ല എന്നർത്ഥം. ഈ ഇനത്തിൽ വേറെയും ഉണ്ടാകാം എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ തന്നെ 5-ലധികം പറയുന്നുണ്ട്. കാമാദി വികാരങ്ങളെ ഉപേക്ഷിക്കലാണ് യമം. യമം ഉപരമേ കാമാദേർ നിവൃത്തിരൂപ ഇത്യർത്ഥ എന്ന് പറയുന്നുണ്ട്. യമോ യച്ഛതീതി സതസ്തസ്യേഷാ ഭവതി. യാസ്കനിരുക്തം. നിയന്ത്രിക്കുക, പോവുക ഇത്യാദി അർത്ഥങ്ങളിലുള്ള യമ ഉപരമേ എന്ന അതിൽ നിന്നും വ്യുൽപ്പന്നാണ് യമശബ്ദം. നിശ്ചയമായിട്ടും അത് അനുഷ്ഠിക്കുവാൻ ബാധ്യപ്പെട്ടത് ഏതോ അത് നിയമം. അവശ്യകർത്തവ്യതയാ നിയമഃ. നിശ്ചയമായും അനുഷ്ഠിക്കാൻ ബാധ്യപ്പെട്ടത് ഏതോ അതിനെയാണ് നിയമം എന്ന് പറയാം. ഭാഗവതത്തിൽ പറയപ്പെട്ടവയിൽ സ്വധർമാചരണം, പരധർമ്മവർജനം, ശുദ്ധമായിരിക്കുന്ന ഭക്ഷണം മിതമായി ആഹരിക്കൽ, അഹിംസ, സത്യം, ആസ്തേയം, അത്യാവശ്യമായിരിക്കുന്ന ആ അർത്ഥം മാത്രം സ്വീകരിക്കൽ, ബ്രഹ്മചര്യം എന്നിവ യമങ്ങളും, ഈശ്വരാധീനത്താൽ ലഭിച്ചതിൽ തൃപ്തി, സന്തോഷം, ആത്മജ്ഞാനികളെ പൂജിക്കൽ, ത്രിവർഗങ്ങൾ ഉപേക്ഷിക്കൽ, മോക്ഷമാർഗത്തിൽ പ്രവർത്തിക്കൽ, തപസ്, ശുചിത്വം, സ്വാധ്യായം, ഈശ്വരപൂജ, മൗനം ഇവ നിയമങ്ങളുമാണെന്നും സമർത്ഥിക്കാം. പക്ഷേ യമനിയമങ്ങൾ തമ്മിൽ വിഭജനം അത്ര കർശനം അല്ല. ശൗചം യമം ആണ്. പാതഞ്ജലത്തിലും അത്രി സംഹിതയിലും നിയമമാണ് അത്, ശൗചം. അതിനാൽ ഭാഗവത കർത്താവ് അവയെ ഇടകലർത്തിയാണ് പ്രതിപാദിക്കുന്നത്. യമനിയമങ്ങളിൽ ഓരോന്നിൻ്റെയും വിശദമായിട്ടുള്ള വിവരണം ഇവിടെ സാധ്യം അല്ല. മുഖ്യമായ പറ്റി മാത്രം പറയാമെന്നർത്ഥം. മിതഭക്ഷണം എന്തെന്ന് ദ്വൗ ഭാഗൗ പൂരയേദന്നൈസ്തോയൈരനേകം പ്രാപൂരയേത് മാരുതസ്യ പ്രചാരാർത്ഥം ചതുർത്ഥം അവശേഷയേത്. സ്ത്രീസംഗ പരിത്യാഗമാണ് ബ്രഹ്മചര്യം. അഹിംസാദികളെ, കാമക്രോധാദികളെ ജയിക്കാനാണ്. അഹിംസ
ബ്രഹ്മചര്യം ഇവ കൊണ്ട് കാമത്തെയും, കൃപ ക്ഷമ ഇതുകളാൽ ക്രോധത്തെയും, ആസ്തേയം സത്യം ആർജവം ഇവയാൽ ലോഭത്തെയും, മിതാഹാര ശൗചങ്ങളിൽ മോഹത്തെയും, ക്ഷമ ആർജവം ഇവയാൽ മദത്തെയും, അഹിംസ കൃപ ആർജവം കാമം ഇത്യാദികളാൽ മത്സരത്തെയും ജയിക്കാം എന്നതാണ് യമങ്ങളുടെ പ്രയോജനം എന്ന് പറയുന്നുണ്ട്. നവദ്വാരങ്ങളിലൂടെയും രോമകൂപങ്ങളിലൂടെയും വരുന്ന വിസർജന വസ്തുക്കൾ മലം എന്നറിയപ്പെടുന്നു. അവയെ കഴുകിക്കളയലാണ് ശൗചം എന്ന് പറയുന്നത്. നിർഗതം രോമകൂപേഭ്യോ നവരന്ധ്രേഭ്യ ഏവച മലം വദന്തി ദ്വാരാണാം ക്ഷാലനം ശൗചം ഉച്യതേ എന്നൊക്കെ പറയുന്നുണ്ട്. ബാഹ്യ ശൗചം കാമക്രോധാദികളെ ജയിക്കലാണ് ആഭ്യന്തര ശൗചം. ആസനാദികളായിരിക്കുന്ന യോഗചര്യകളെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നു. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ വിജിതാസന ആസനം തസ്മിൻ സ്വസ്തി സമാസീനം ഋജുകായ സമഭ്യസേൽ. അടുത്ത ശ്ലോകമായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ അഷ്ടാംഗ യോഗങ്ങളെ പറ്റിയിട്ട് ഇത്രയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ശക്തി അനുസരിച്ചിട്ടുള്ള സ്വധർമാനുഷ്ഠാനം, നിഷിദ്ധ കർമ്മങ്ങളിൽ നിവൃത്തി, യദൃച്ഛയാലാഭത്താലുള്ള സന്തോഷം, മഹാപുരുഷന്മാരുടെ പാദസേവ, ത്രൈവർഗിക ധർമ്മങ്ങളിൽ നിന്ന് നിവൃത്തി, മോക്ഷധർമ്മത്തിൽ അഭിരുചി, മിതവും ശുദ്ധവുമായിരിക്കുന്ന ഭക്ഷണം, ഏകാന്തവും നിർഭയവുമായിരിക്കുന്ന സ്ഥലത്ത് എല്ലായ്പ്പോഴും വസിക്കുക, ത്രിവിധ കരണങ്ങൾ കൊണ്ടും ദ്രോഹം ചെയ്യാതെ ഇരിക്കുക, സത്യനിഷ്ഠ, അന്യന്റെ ധനം ആശ്രയിക്കാതിരിക്കുക, അത്യാവശ്യം വേണ്ടത് മാത്രം സ്വീകരിക്കുക, ബ്രഹ്മചര്യനിഷ്ഠ, ത്രിവിധ തപസ്, ബാഹ്യാന്തര ശുദ്ധി, വേദാധ്യയനം, ഭഗവതാരാധന, അനാവശ്യമായ വാക്ക് പറയാതിരിക്കുക എന്നീ യമനിയമങ്ങൾ കൊണ്ടും, അതുപോലെ സുഖാസനത്തിൽ സ്ഥിരത, പ്രാണായാമത്താലുള്ള പ്രാണജയം, വിഷയത്തിൽ നിന്ന് പിന്തിരിയൽ, ഏകാഗ്രം ആയിരിക്കുന്ന പ്രാണധാരണം, ഭഗവത് ധ്യാനം, മനസ്സിന്റെ ആത്മാരാമത മുതലായവയാൽ നീച വിഷയങ്ങളിൽ ഓടുന്ന ദുഷ്ട മനസ്സിനെ പിന്തിരിപ്പിച്ച് അപ്രമത്തം ആയിട്ട് പതുക്കെ പതുക്കെ ബുദ്ധിപൂർവം അതിനെ ഭഗവാനിലേക്ക് തന്നെ യോജിപ്പിക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ട അർത്ഥം. യോഗത്തെ പറയാം എന്നുള്ള പ്രതിജ്ഞയെ അനുസരിച്ച് യോഗങ്ങളുടെ അംഗങ്ങളായിരിക്കുന്ന യമനിയമങ്ങളെ പറ്റി പറയുന്നു. ശക്തി അനുസരണം സ്വവർണാശ്രമ ചിത്തവ്യാപാരങ്ങളെ ഫലാകാംക്ഷ കൂടാതെ യഥാകാലം ആചരിക്കണം. ധർമ്മത്തിന് വിരോധമായിരിക്കുന്ന യാതൊന്നിലും ഏർപ്പെടരുത്. പ്രാരബ്ധാനുസാരണം വന്നു ചേരുന്ന ഭക്ഷണാദി പദാർത്ഥങ്ങളിൽ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കണം. ആത്മജ്ഞാനികളെ ആദരപൂർവം സേവിക്കണം. നശ്വരങ്ങളായിരിക്കുന്ന 3 വിധ പുരുഷാർത്ഥങ്ങളിൽ ആസക്തി വെക്കരുത്. മോക്ഷത്തിന് സഹായിക്കുന്ന ഭഗവത് കഥാശ്രവണാദികളിൽ താല്പര്യമുണ്ടായിരിക്കണം. ശുദ്ധമായിരിക്കുന്ന അന്നത്തെ മിതമായിട്ട് സ്വീകരിക്കണം. അശുദ്ധാന്നത്താൽ ചിത്തം ദുഷിക്കും. അമിതമായാൽ ആലസ്യം ആദി ദോഷങ്ങൾ നേരിടും. അത് രണ്ടും ബാധിക്കാതെ ഇരിക്കത്തക്ക വിധം ഭക്ഷണം കഴിക്കണം. പിന്നെ ജനബാധ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സുഖാവഹം ആയ സ്ഥാനത്ത് ഇരിക്കണം. മനസാ വാചാ കർമ്മണ യാതൊരു പ്രാണികൾക്കും ദോഷം ചെയ്യരുത്. യഥാർത്ഥം മാത്രമേ പറയാവൂ. അന്യന്മാരുടെ ധനാദികളെ എടുക്കരുത്. ദേഹം നിലനിൽക്കുവാൻ ആവശ്യമായ അന്നാദി പദാർത്ഥങ്ങളെ മാത്രം സ്വീകരിക്കണം. സ്ത്രീ സംഘം കൂടാതെ കഴിക്കണം. കൃച്ഛ ചാന്ദ്രായണാദി വ്രതങ്ങളെ സ്വീകരിക്കണം. സ്നാനാദികൾ കൊണ്ട് ശരീരത്തെയും ഈശ്വരനാമ സങ്കീർത്തനാദികൾ കൊണ്ട് അന്ധകരണത്തെയും ശുദ്ധമാക്കി വെക്കണം. ഈശ്വര മഹിമയെപ്പറ്റി പറയുന്ന വേദപുരാണ ഇതിഹാസങ്ങളെ അഭ്യസിക്കണം. ഈശ്വരനെ ഭക്തിപൂർവം പൂജിക്കണം. ആവശ്യമില്ലാത്ത വാഗ്വ്യവഹാരം ചെയ്യരുത്.
ഈശ്വരധ്യാനത്തിനായിട്ട് കുറെ അധിക നേരം ഇരിക്കുമ്പോൾ ശരീരത്തിന് ദുഃഖം തോന്നാതിരിക്കുവാൻ സ്വസ്തികാദികളായിരിക്കുന്ന ആസന വിധികളെ അഭ്യസിച്ച് ആ ശരീരത്തെ ചലിപ്പിക്കാതെ നിലയ്ക്ക് നിർത്തി ഇരിക്കണം. അങ്ങനെ ഇരുന്ന ശേഷം പ്രാണായാമത്താൽ പ്രാണവായുവിനെ വശീകരിപ്പാൻ അഭ്യസിക്കണം. അങ്ങനെ വേഗത്തിൽ പ്രാണജയം സിദ്ധിച്ചിട്ടല്ലല്ലോ എന്നുള്ള ദുഃഖമുണ്ടാവാൻ പാടില്ല. ക്രമത്തിൽ ചിരാഭ്യാസത്താൽ സ്വാധീനപ്പെടുത്തിയാൽ മതി. അങ്ങനെ ശബ്ദാദി വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന ശ്രോത്രാദികളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ വിചാരശക്തികളെ കൊണ്ട് ആ വിഷയങ്ങളിൽ നിന്നും പിൻവലിപ്പിച്ചിട്ട് ഹൃദയത്തിൽ ലയിപ്പിക്കുവാൻ ശീലിക്കണം. അങ്ങനെ മൂലാധാരം മുതലായിരിക്കുന്ന ആ ജീവസ്ഥാനങ്ങളിൽ വെച്ച് ഏതെങ്കിലും ഒന്നിൽ പ്രാണനെ സ്ഥിരപ്പെടുത്തുവാൻ പരിശീലിക്കണം. അപ്പോൾ മനസ്സും അടങ്ങും. അങ്ങനെ ശ്രീ ഭഗവാന്റെ ആ സൃഷ്ടിയാദി ലീലകളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആ മനസ്സിനെ ഈശ്വരനിൽ നിലനിർത്തണം. ഇപ്രകാരമുള്ള മറ്റു മാർഗങ്ങളെ ആശ്രയിച്ചും ദുഷ്കരങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കാമാതിവൃത്തികളാൽ ദുഷിച്ചിരിക്കുന്ന മനസ്സിനെ പ്രാണജയത്താലും അടികൂടാതെയുള്ള ആ പരിശ്രമത്താലും ആ പരമാത്മാവിൽ യോജിപ്പിക്കണം. ഇത്രയൊക്കെയാണ് അഷ്ടാംഗ യോഗക്രമങ്ങളുടെ സാധനകളായിട്ട് ഇവിടെ പറയുന്നത്. നമുക്ക് അതിന്റെ വ്യാഖ്യാനം നോക്കാം. ശക്തിയാ സ്വധർമാചരണം. ശക്തി യഥാശക്തി പോലെ സ്വധർമ്മത്തെ ആചരിക്കുക. വിധർമാച്ച നിവർത്തനം. ആ വിരുദ്ധധർമ്മങ്ങളിൽ നിന്നും പിന്തിരിയ. ദൈവാലബ്ധേന സന്തോഷ. ദൈവേച്ഛയാ കിട്ടിയതിൽ സന്തോഷിക്കണം. ആത്മവിധാം ചരണാർച്ചനം. ആത്മജ്ഞാനികളുടെ ചരണത്തെ പൂജിക്കുക. ത്രൈവർഗിക ധർമ്മ നിവൃത്തി. ആ കാമം ധർമാർത്ഥ കാമം ഈ മൂന്ന് പുരുഷാർത്ഥങ്ങളെയും നിന്ന് വൃത്തി നേടുക. എന്നിട്ടും പിന്നെ മോക്ഷധർമ്മയെ രതി. അവസാനത്തെ പരമപുരുഷാർത്ഥമായ മോക്ഷധർമ്മത്തിൽ മാത്രം രതമാവുക, അതിനെ മാത്രം രമിക്കുക. മിതം ശുദ്ധം ഭോജനം. മിതവും ശുദ്ധവും ആയിരിക്കുന്ന ആ ഭക്ഷണം കഴിക്കണം. ഏകാന്ത സേവനം. ഏകാന്തത്തിലെ സേവനം വസിക്കണം. അഹിംസ സത്യം ആസ്തേയം. അഹിംസ സത്യം അസ്തേയം മോഷ്ടിക്കാതിരിക്കാൻ ശീലിക്കണം. യാവതർത്ഥ പരിഗ്രഹവും. മറ്റുള്ളവരുടെ അർത്ഥത്തെ അന്യരുടെ അർത്ഥത്തെ സ്വീകരിക്കാതിരിക്കണം. ബ്രഹ്മചര്യം ശീലിക്കണം. തപസ് ശീലിക്കണം. ശൗചം. സ്വാധ്യായം വേദാധ്യായനം ഉണ്ടാവണം. പുരുഷാർച്ചനം. മൗനം. ആസനജയം. ഇതൊക്കെ പറഞ്ഞതാണ്. ഈശ്വരനെ പൂജിക്കണം. മൗനിയായിരിക്കണം. ആസനജയം ഉണ്ടായിരിക്കണം. സ്ഥൈര്യം ഉണ്ടായിരിക്കണം. പ്രാണജയം ഉണ്ടായിരിക്കണം. വിഷയേഭ്യ. വിഷയങ്ങളെ ഇന്ദ്രിയാണാം ആകർഷണം. ആ വിഷയങ്ങളിൽ നിന്നും ആ ഇന്ദ്രിയങ്ങളുടെ ആകർഷണത്തെ ഇല്ലാതെയാക്കണം. മൂലാധാരാദീനാം സന്ധ്യേ ഏകസ്മിൻ. ആ മൂലാധാരം തുടങ്ങിയിട്ടുള്ള അതിൽ ആ പ്രാണനെ അവിടെ മനസ്സാ ഏകസ്മിൻ ദേശേ മനസ്സാ സഹ പ്രാണാധാരണം. ആ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമൊക്കെ അതിൽ ആ പ്രാണനെ അവിടെ കേന്ദ്രീകരിക്കണം. ഇത്യാദി യമനിയമാദ്യുപായൈ. ഇപ്രകാരമുള്ള യമനിയമാദികളാകുന്ന ഉപായങ്ങളെ കൊണ്ട് ഉപായേർ മനോബുദ്ധ്യായുഞ്ചിത. മനസ്സിനെയും ബുദ്ധിയെയും യോജിപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ഇത് വായിക്കാം. ശക്തിയാ സ്വധർമാചരണം വിധർമാച്ച നിവർത്തനം ദൈവാലബ്ധേന സന്തോഷ ആത്മവിധാം ചരണാർച്ചനം ത്രൈവർഗിക ധർമാൻ നിവൃത്തി മോക്ഷധർമ്മേ രതി മിതം ശുദ്ധം ഭോജനം ഏകാന്ത സേവനം അഹിംസ സത്യം അസ്തേയം യാവത് അർത്ഥപരിഗ്രഹോ ബ്രഹ്മചര്യം തപഃ ശൗചം സ്വാധ്യായ പുരുഷാർച്ചനം മൗനം ആസനജയ സ്ഥൈര്യം പ്രാണജയോ വിഷയേഭ്യ ഇന്ദ്രിയാണാം ആകർഷണം മൂലാധാരാദീനാം സന്ധ്യേ ഏകസ്മിൻ ദേശേ മനസാ സഹ പ്രാണധാരണം ഇത്യാദി യമനിയമാദ്യുപായേ മനോ ബുദ്ധ്യാ യുഞ്ജിതഃ തതഃ ശുചൗ ശുദ്ധി ഉള്ള ദേശേ ആസനെ സ്ഥിത്വാ. അടുത്ത ശ്ലോകത്തിലാണ് അത് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകത്തില്
ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ വിജിതാസന ആസനം തസ്മിൻ സ്വസ്തി സമാസീന ഋജുകായ സമഭ്യസത്. അങ്ങനെ ആ ശുചിത്വം ഉള്ള സ്ഥലത്ത് ഇരുന്നിട്ട് ആസനസ്ഥനായിട്ടിരുന്നിട്ട് പ്രതിഷ്ഠാപ്യ ഏർപ്പെടുത്തിയിട്ട് വിജിതാസന ആസനങ്ങളെ പരിശീലിപ്പിച്ചിട്ട് തസ്മിൻ അതിന്മേൽ ആ ശരീരത്തെ നിവർത്തി നിർത്തി ഋജുകായ നിവർത്തി നിർത്തി സ്വസ്തികം എന്ന ആസനത്തിൽ സ്വസ്തികാസനത്തിൽ ഇരുന്ന് ആ പ്രാണായാമം അഭ്യസിക്കണം എന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ വിജിതാസന ആസനം തസ്മിൻ എട്ടാമത്തെ തസ്മിൻ സ്വസ്തി സമാസീന ഋജുകായ സമഭ്യസേ. അതിലത്തെ പദങ്ങള് ശുചൗ ദേശേ ശുചിത്വമുള്ളിടത്ത് ആസനം ഇരിപ്പിടം പ്രതിഷ്ഠാപ്യ ഏർപ്പെടുത്തിയിട്ട് വിജിതാസന ആസനത്തെ പരിശീലിപ്പിച്ചുറപ്പിച്ച് തസ്മിൻ അതിനുമേൽ ഋജുകായ ശരീരം നിവർത്തി സ്വസ്തിക എന്ന ആസനത്തിൽ സമാസീന ഇരുന്ന് സമഭ്യസേൽ പ്രാണായാമം അഭ്യസിക്കണം. എന്നുകൂടി പറയാം. ശുചൗ ദേശേ ശുചിത്വമുള്ളിടത്ത് ആസനം ഇരിപ്പിടം പ്രതിഷ്ഠാപ്യ ഏർപ്പെടുത്തിയിട്ട് വിജിതാസന ആസനത്തെ പരിശീലിപ്പിച്ചുറപ്പിച്ച് തസ്മിൻ അതിന്മേൽ ഋജുകായ ശരീരത്തെ നിവർത്തി സ്വസ്തികം എന്ന ആസനത്തിൽ സമാസീന ഇരുന്ന് സമഭ്യസേൽ ആ പ്രാണായാമം അഭ്യസിക്കണം. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് ശുചൗ ദേശേ ആസനം പ്രതിഷ്ഠാപ്യ വിജിതാസന തസ്മിൻ ഋജുകായ സ്വസ്തി സമാസീന സമഭ്യസേത്. എന്നുകൂടി പറയാം. ശുചൗ ദേശേ ആസനം പ്രതിഷ്ഠാപ്യ വിജിതാസന തസ്മിൻ ഋജുകായ സ്വസ്തി സമാസീന സമഭ്യസേത്. അതായത് അശുദ്ധിയുള്ളിടത്ത് ആ ഇരിപ്പിടം ഏർപ്പെടുത്തിയിട്ട് ആസനത്തെ പരിശീലിച്ചുറപ്പിച്ചിട്ട് അതിന്മേൽ ശരീരം നിവർത്തി ആ സ്വസ്തികാസനത്തിൽ ഇരുന്ന് ആ പ്രാണായാമത്തെ അഭ്യസിക്കണം. ശുചിത്വമുള്ള ഒരിടത്ത് ഇരിപ്പിടം സ്ഥാപിക്കണം. എന്നിട്ട് അതിൽ ദേഹം വളയാതെ അതിന്മേൽ സ്വസ്തികമെന്ന ആസനം സ്വാധീനമാക്കിയ ശേഷം ആ പ്രാണായാമത്തെ അഭ്യസിക്കേണ്ടതാണെന്ന് അർത്ഥം. ഇരിപ്പിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം കുശം എന്ന് പറഞ്ഞാൽ പുല്ല്, കൃഷ്ണാജിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡോല്, വസ്ത്രം ഇത്യാദികളാൽ കൽപ്പിക്കാം. അഭ്യസിക്കേണ്ടത് ആ പ്രാണായാമം ആണ്. അപ്പൊ തുടകളുടെയും കണങ്കാലുകളുടെയും ഇടയിലൂടെ ആ പാദാഗ്രങ്ങളെ ആ കാൽമുട്ടുകളുടെ മധ്യത്തിൽ വരുമാറ് വെച്ചുകൊണ്ടുള്ള ഇരിപ്പിടമാണ് സ്വസ്തികാസനം. സ്വസ്തികാസനം ഇവിടെ വിധിക്കപ്പെട്ടെങ്കിലും അതിലും സുഖകരം എന്ന് തോന്നുന്ന ആസനത്തിൽ സാധകന് ആ ഇരുന്ന യോഗത്തെ ഈ പ്രാണായാമത്തെ അഭ്യസിക്കാം. അഷ്ടാംഗങ്ങളിൽ മൂന്നാമത്തേതാണ് ആസനം എന്ന് പറയുന്നത്. ഉപവേശനെ എന്ന ധാതുവിൽ നിന്നും ആസനം എന്ന ശബ്ദം. യോഗഗ്രന്ഥങ്ങളിൽ അനേകവിധം ആസനങ്ങളെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഭാഗവതം വിധിക്കുന്നത് അസ്വസ്തികം എങ്കിലും അതിന് പ്രയാസം തോന്നുകയാണെങ്കിൽ ആ ഇരിപ്പിന് സുഖത്തെ പ്രദാനം ചെയ്യുന്ന വേറെ ആസനങ്ങൾ സുഖാസനം സ്വീകരിക്കാം. അത് തന്നെയാണ് ആചാര്യരുടെയും അഭിപ്രായം. രാജയോഗം വിധിക്കുന്നതും ആ സുഖാസനം എന്നതാണ്. അപ്പൊ നാലാമത്തേതായിരിക്കുന്ന ആ പ്രാണായാമം ആണ്. അതിനെ പറ്റിയിട്ടാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞത് ആ യമനിയമങ്ങളെ മുകളിൽ ആദ്യം പറഞ്ഞതുപോലെ ആ ആസനത്തെ പറയുന്നു. ഗംഗാതീരം മുതലായിരിക്കുന്ന ആ പുണ്യസ്ഥാനങ്ങളിലെ പരിശുദ്ധമായ മറ്റേതെങ്കിലും സ്ഥലത്തില് ഇരിപ്പാനുള്ള ഒരു ആസനത്തെ ഉറപ്പിക്കണം. അതിൽ നിവർന്നിരിക്കണം. അധിക നേരം ഇരുന്നാൽ ക്ലേശം തോന്നാതിരിക്കത്തക്ക വിധം അഭ്യസിച്ച സ്വാധീനപ്പെടുത്തിയിരിക്കുന്ന ഒരു രീതിയെ ആശ്രയിച്ചിരിക്കണം. സ്വസ്തികം എന്ന് പറയപ്പെടുന്ന സമ്പ്രദായത്തെ ആണ് നല്ലത്. തുടയെ മുട്ടുകാലിൻ്റെ അടിയിലാക്കുക.
പാദങ്ങളുടെ ആ അഗ്രങ്ങളെ രണ്ട് മുട്ടുകളുടെയും സന്ധികളിൽ തൊടുത്ത് ചേർത്ത് വെക്കുക. ഇങ്ങനെയുള്ള ഇരിപ്പിടത്തെയാണ് സ്വസ്തികം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരുന്ന ശേഷം ആ പ്രാണനെ സ്വാധീനപ്പെടുത്തുവാനുള്ള അഭ്യാസം ശീലിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ശുദ്ധമായ ഏകാന്ത സ്ഥലത്ത് കുശം, തോൽ, വസ്ത്രം എന്നിവയുണ്ട് ആസനം കൽപ്പിച്ച് വിജിതാസനായിട്ട് അതിൽ സുസുഖമായിരുന്ന് ദേഹം, കഴുത്ത്, ശിരസ് എന്നിവയെ വളവ് കൂടാതെ ശ്രദ്ധിച്ച് നിവർത്തിപ്പിടിച്ച് പ്രാണായാമം ചെയ്യണം. അതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. തതഃ ശുചൗ, അതുകൊണ്ട് ശുചൗ ദേശേ, ശുദ്ധിയായിരിക്കുന്ന ദേശത്തിൽ, ആസനെ, ആസനത്തിൽ, സ്ഥിത്വ, ഇരുന്ന്, ഋജുകായ, നിവർന്നിരുന്ന്, പൂരകുംഭകരേചകൈഹി പ്രാണായാമം, പൂരകം, കുംഭകം, രേചകം, ഇതാണ് ആ പ്രാണായാമത്തിന്റെ അവസ്ഥകൾ. അതൊക്കെ ചെയ്ത് സംശോധ്യ, ശുദ്ധി ചെയ്ത്, ചിത്തത്തെ ശുദ്ധി ചെയ്ത്, സ്ഥിരീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തതഃ ശുചൗ ദേശേ ആസനെ സ്ഥിത്വാ ഋജുകായഃ പൂരകുംഭക രേചകൈഃ പ്രാണമാർഗൈഃ സംശോധ്യ ചിത്തം സ്ഥിരീകുര്യാത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കുക. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ.